ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തൻ്റെ ഇരുകവിളുകളിലും സ്നേഹത്തിൻ്റെ ചാലുകീറിയ ഒരമ്മയുണ്ട്. തൻ്റെ മകൻ എന്ന് തിരികെ വരും എന്ന് പ്രതീക്ഷയില്ലാതെ പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു പ്രിയപ്പെട്ട അമ്മ. അതാണ് വിശുദ്ധ മോനിക്ക. തിരുസഭ ഇന്ന് വിശുദ്ധി എന്ന് വണങ്ങുമ്പോൾ, വാഴ്ത്തിപ്പാടുമ്പോൾ, അനേകായിരം മക്കൾക്ക് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹ പൂമഴ വർഷിക്കുമ്പോൾ ആ അമ്മ കുടിച്ചു തീർത്ത കണ്ണുനീരിൻ്റെ ആഴമുണ്ട്. ആ അമ്മ താണ്ടി തീർത്ത വേദനയുടെ നിമിഷങ്ങളുണ്ട്. സ്വന്തം മകനു വേണ്ടി വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തേടിയിറങ്ങിയ ആ നല്ല ഇടയൻ്റെ പ്രതിച്ഛായ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി ദീർഘവർഷങ്ങൾ കാത്തിരുന്ന ആ പ്രിയപ്പെട്ട അമ്മ. ആ അമ്മ മനസ്സ് എന്നും വേദനയോടെ തമ്പുരാൻ്റെ മുന്നിലേക്ക് തൻ്റെ മകനു വേണ്ടി ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ നിരാശയായിരുന്നില്ല, പ്രത്യാശയുടെ തിരുനാളമായിരുന്നു. തൻ്റെ മകൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന്. ആ പ്രത്യാശയെ, പ്രതീക്ഷയെ ദൈവം തല്ലിക്കെടുത്തിയില്ല. ആ മകനെ ഒരു വിശുദ്ധനായി അമ്മയുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു. വിശുദ്ധിയോടെ ഒരു വൈദികനായി, ഒടുവിൽ മെത്രാനായി ജീവിക്കുന്നത് കാണുവാൻ ആ അമ്മയ്ക്ക് ദൈവം കൃപ നൽകി. ആ പ്രിയപ്പെട്ട മകനാണ് വിശുദ്ധ ആഗസ്തീനോസ്. ഇന്ന് സഭ അദ്ദേഹത്തെ വിശുദ്ധനെന്ന്, വേദപാരംഗതനെന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ ആ വിശുദ്ധിക്ക് പിന്നിൽ ഒരമ്മയുടെ കണ്ണുനീരുണ്ട്, ഒരമ്മ ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ള അമ്മയാണ് വിശുദ്ധ മോനിക്ക. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിച്ചു പോകുന്ന പിതാവുണ്ട്, അബ്രാഹാം. ഒരു മകനെ ലഭിക്കുവാനായിട്ട് ദീർഘനാൾ കാത്തിരുന്ന ഒരു പിതൃഹൃദയം. 60 വയസ്സല്ല, 70 വയസ്സല്ല, 100 വയസ്സ് വരെ ആ പിതാവ് ഒരു മകനു വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ കാത്തിരുന്നു. ആ കാത്തിരിപ്പും ഒരു നിരാശയുടേതായിരുന്നില്ല. വചനത്തിൽ ഒരിക്കൽ പോലും നാം ഒരു നിരാശയുടെ വാക്ക് അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണുന്നില്ല. മറിച്ച് പ്രതീക്ഷയോടെ ദൈവം തരുമെന്ന പ്രത്യാശയിൽ കാത്തിരുന്ന ഒരു പിതാവ്. തൻ്റെ 100-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഇസഹാക്ക് എന്ന അരുമ മകനെ ലഭിച്ചു. വീണ്ടും നാം കാണുന്നുണ്ട്, ആ മകനെ ബലിയർപ്പിക്കണമെന്ന് ദൈവം അദ്ദേഹത്തോട് പറയുമ്പോൾ വേദനയോടെയാണെങ്കിലും ദൈവഹിതത്തിന് മുൻപിൽ ആമേൻ പറഞ്ഞുകൊണ്ട് ആ മകനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രതിസമ്മാനം എന്ന പോലെ ആ പിതാവിന് തൻ്റെ മകനെ തിരികെ നൽകുന്ന ഏറ്റവും വലിയ വാത്സല്യനിധിയായ ദൈവം. അതെ, ഈ ജീവിതം എന്ന് പറയുന്നത് വേദനയുടെ, സങ്കടത്തിൻ്റെ ഓരോ അംശങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും നമ്മെ നിരാശരാക്കാനുള്ളതല്ല. ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു പിടി വർണ്ണങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നു. അത് നേടണമെങ്കിൽ പ്രതീക്ഷയോടെ ആ തമ്പുരാനിലേക്ക് നമ്മുടെ മുഖമൊന്ന് ഉയർത്തിയാൽ മതി. ഈ കാലഘട്ടത്തിൽ ഒരുപാട് അമ്മ മനസ്സുകൾ തൻ്റെ മക്കളെ ഓർത്ത് വിങ്ങുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സപ്പിലും യൂട്യൂബിലുമെല്ലാം ഇന്നത്തെ മക്കൾ തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുമ്പോൾ അവർ ഓർക്കാതെ പോകുന്ന അമ്മ മനസ്സുകളും പിതൃവാത്സല്യങ്ങളുമുണ്ട്. ഇന്നതെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പിന്നാലെ മക്കൾ പായുമ്പോൾ, നൊന്ത് പെറ്റു വളർത്തിയ അമ്മയും അപ്പനെയും അനാഥാലയങ്ങളിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നു പോകുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് അമ്മ മനസ്സുകളുണ്ട്, പിതൃഹൃദയങ്ങളുണ്ട്. അവരെയെല്ലാം നിരാശയുടെ നിമിഷങ്ങളാക്കി മാറ്റാതെ വിശുദ്ധ മോനിക്കയെ പോലെ തമ്പുരാനിലേക്ക് തങ്ങളുടെ ഹൃദയം ചേർത്ത് വെക്കുമ്പോൾ, ആ തമ്പുരാനിലേക്ക് നോക്കുമ്പോൾ, ഒന്ന് കണ്ണുനീരോടുകൂടി ആ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ കാത്തിരിക്കുമെങ്കിൽ ആ മക്കൾ തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്ക് നൽകുന്ന വിശുദ്ധയാണ് വിശുദ്ധ മോനിക്ക. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ വൃഥ ആവുകയില്ല, ഒരിക്കലും നമ്മുടെ യാചനകൾ വൃഥ ആവുകയില്ല. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്. അതെ, നിങ്ങൾ ചോദിക്കുവിൻ, പിതാവ് നമുക്ക് വേണ്ടുവോളം നൽകും. ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന അമ്മമാരുടെ
എല്ലാ നൊമ്പരങ്ങളും വിശുദ്ധ മോനിക്കയോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രദാനം ചെയ്യും. മക്കളെ ഓർത്ത് വേദനിക്കുന്ന അമ്മ ഹൃദയങ്ങൾ ഇന്ന് ഈ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്തിൽ പെരുകുമ്പോൾ വിശുദ്ധ അഗസ്തീനോസിനെ പോലെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന അമ്മ ഹൃദയങ്ങൾ തമ്പുരാൻ്റെ മുൻപിൽ നിങ്ങളുടെ വേദനകൾ കാഴ്ചവെക്കുമ്പോൾ ഉറപ്പായും ആ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അമ്മമാരുടെ നൊമ്പരം ഒരിക്കലും വെറുതെ ആവുകയില്ല. വേദനിക്കുന്ന അമ്മമാർക്ക് മാതൃകയാണ് വിശുദ്ധ മോനിക്ക. ആ വൃദ്ധ മാതാവിൻ്റെ ഹൃദയം ഒരിക്കലും തൻ്റെ മകനിൽ നിന്ന് അകലുന്നതായിരുന്നില്ല, തൻ്റെ മകനെ അകറ്റി നിർത്തുന്നതായിരുന്നില്ല. ഒരിക്കലും ഒരു ശാപവാക്കുകളോ വേദനിപ്പിക്കുന്ന ഒരു നോട്ടമോ ആ മകൻ്റെ നേർക്ക് ആ അമ്മ ഒരിക്കലും അയച്ചിരുന്നില്ല. മറിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വാത്സല്യമുള്ള സ്നേഹത്തിൻ്റെ ഒരു അമ്മ മനസ്സായിരുന്നു വിശുദ്ധ മോനിക്കയുടേത്. നിരാശനാകാതെ പ്രത്യാശയോടെ ഓരോ മക്കൾക്കും വേണ്ടി അമ്മമാരുടെ ഹൃദയം കാത്തിരിക്കുമ്പോൾ ആ മക്കൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഈ പുണ്യദിനത്തിൽ വിശുദ്ധ മോനിക്കയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, അമ്മ മകനായിട്ട് കാത്തിരുന്നത് പോലെ, അതിലുപരി ദൈവത്തെ സ്നേഹിച്ചതുപോലെ, ദൈവത്തെ പ്രത്യാശ അർപ്പിച്ചതുപോലെ ഞങ്ങൾക്കും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തമ്പുരാൻ്റെ മുൻപിലായിരിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.